ഇംഗ്ലീഷ് ഫീലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ഇംഗ്ലീഷ് ഗ്രാമർ കംപ്ലീറ്റ് ആയി പഠിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിലെ 21ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു യൂസ് WH ക്വസ്റ്റ്യൻസ് ഇൻ ടെൻസസ്. നമ്മൾ WH ക്വസ്റ്റ്യൻസ് ടെൻസിൽ എങ്ങനെ ഉപയോഗിക്കുക, അതായത് നമ്മൾ ടെൻസ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ WH ക്വസ്റ്റ്യൻസിനകത്ത്? ഉണ്ട് അല്ലേ? നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും ടെൻസ് ആവശ്യമാണ്. പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസിൽ മാത്രമേ നമ്മൾ സംസാരിക്കുകയോ എഴുതുകയോ എന്തെങ്കിലും ഉള്ളൂ. ഏതെങ്കിലും ഒരു ടെൻസിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ എന്താണേലും. ടെൻസ് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണോ? ഇനി നമുക്ക് നോക്കാം. സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ പഠിച്ചു. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മലയാളം പറഞ്ഞില്ല എന്ന്. അപ്പം ടെൻസിൽ ഇത് ടെൻസിൻ്റെ മലയാളവും ഒപ്പം ക്വസ്റ്റ്യനും എങ്ങനെ ഉപയോഗിക്കാം എന്നും കൂടെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇനി സിമ്പിൾ പ്രസൻറ്റ്. ഐ സ്റ്റഡി ഇംഗ്ലീഷ്. നോക്കൂ, സ്റ്റേറ്റ്മെൻറ്റ് സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് വെർബ് പ്ലസ് അതേഴ്സ്. ഓബ്ജക്റ്റ് എന്നുള്ളത് നമ്മൾ അതേഴ്സ് ആക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റും ഡു ഓർ ഡസ് പ്ലസ് വെർബ് ഇത് മൂന്നും എന്തായാലും വരണം ഒരു സെൻറ്റൻസ് ഉണ്ടാക്കണമെങ്കിൽ. ക്ലിയർ ആണല്ലോ? ഇനി സെൻറ്റൻസ് നമ്മൾ പറഞ്ഞു ഐ സ്റ്റഡി ഇംഗ്ലീഷ്. ഇനി എക്സാമ്പിൾസ് നോക്കാം. യു റൈറ്റ് എ നോവൽ ഓർ യു ഡു റൈറ്റ് എ നോവൽ. രണ്ടും ഒന്നാണ്. നമ്മൾ സ്പ്ലിറ്റിംഗ് ഓഫ് വെർബൊക്കെ പഠിച്ചിട്ടുണ്ട്. സ്പ്ലിറ്റിംഗ് ഓഫ് വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ റൈറ്റ് എന്ന് പറഞ്ഞാലും ഡു റൈറ്റ് എന്ന് പറഞ്ഞാലും ഒന്നാണ്. അതുപോലെ ഹീ റീഡ്സ് എ നോവൽ എന്ന് പറഞ്ഞാലും ഹീ ഡസ് റീഡ് എ നോവൽ എന്ന് പറഞ്ഞാലും ഒന്നാണ്. റീഡ്സും ഡസ് പ്ലസ് റീഡാണ് റീഡ്സ്. മനസ്സിലായല്ലോ? ഡു പ്ലസ് റൈറ്റ്, ഡസ് പ്ലസ് റീഡ് റീഡ്സ്. ഡസ് പ്ലസ് റീഡ്സ് എന്ന് പറയത്തില്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇനി ഇതിൻ്റെ മലയാള അർത്ഥം എന്ന് പറഞ്ഞാൽ യു റൈറ്റ് എ നോവൽ. നിങ്ങളൊരു നോവൽ എഴുതുന്നു അല്ലേ? നിങ്ങൾ ഒരു നോവൽ എഴുതുന്നു. ഇനി ഹി റീഡ്സ് എ നോവൽ എന്ന് പറഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അദ്ദേഹം ഒരു നോവൽ എഴുതുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് ഹി ഡസ് റീഡ് എ നോവൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നോവൽ എഴുതുന്നു. യു ഡു റൈറ്റ് എ നോവൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു നോവൽ എഴുതുന്നു എന്ന് തന്നെയാണ് അർത്ഥം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി WH ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? WH ക്വസ്റ്റ്യൻസ് ആണ് ഇതിനെ ഒന്നും ചെയ്യേണ്ട. സബ്ജക്റ്റിൻ്റെ ഭാഗത്തല്ല, സബ്ജക്റ്റിന് മുന്നേ ഒരു WH എടുത്തിടുക. ആ ഡു ഓർ ഡസിന് ആദ്യം കൊണ്ടുവരിക. ക്ലിയർ ആയോ? അതായത് സബ്ജക്റ്റിൻ്റെ ഭാഗത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ മതി, സബ്ജക്റ്റിൻ്റെ ഭാഗത്ത് WH ഇടുക. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റിനെ നേരെ ഡു ഓർ ഡസ് കഴിഞ്ഞിട്ട് കൊണ്ടാക്കുക. അത്രയേ ഉള്ളൂ. എത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. WH പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് സബ്ജക്ട് പ്ലസ് V1 പ്ലസ് അതേഴ്സ്. ഇവിടെ നോക്കൂ, ആ മോളിൽ നമ്മൾ എന്താ കണ്ടത്? സ്റ്റേറ്റ്മെൻറ്റിനകത്ത് സബ്ജക്റ്റും ഡു ഓർ ഡസ്. ഇവിടെ WH അത് കഴിഞ്ഞിട്ട് ഡു ഓർ ഡസ് പ്ലസ് എന്ത് വരും? സബ്ജക്റ്റ് വരും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവും. എക്സാമ്പിൾസ് കാണുമ്പോൾ വാട്ട് ഡു യു റൈറ്റ്. ഇവിടെ നോക്കൂ, വാട്ട് നമ്മളിട്ടു, WH വേർഡ്. WH എന്ന് ഉദ്ദേശിക്കുന്നത് WH വേർഡാണ് കേട്ടോ. വാട്ട് ഡു യു റൈറ്റ്. ഇവിടെ നോക്കൂ, നമ്മൾ യു റൈറ്റ് എ നോവൽ. നമ്മൾ അതെന്താ? സബ്ജക്റ്റ് യു, റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡു പ്ലസ് റൈറ്റ്. ഡു ഓർ ഡസ് ഉണ്ട് അതിനകത്ത്, റൈറ്റ് വെർബ് ആണ്. അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് യു ഡു റൈറ്റ് എ നോവൽ എടുക്കാം. അതെടുത്ത് കഴിഞ്ഞാൽ യു ഡു ഓർ ഡസിൽ ഡു ഇട്ടു, റൈറ്റ് വെർബ് ഓൺ, എന്നിട്ട് എ നോവൽ. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ WH വേർഡ് നമ്മളെന്താ? വാട്ട് ഇട്ടു, ഡു കണ്ടോ? ഡു ആദ്യം വന്നു. WH വേർഡ് കഴിഞ്ഞോടനെ ഡു വന്നു. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് യു റൈറ്റ്. മനസ്സിലായല്ലോ? വാട്ട് ഡു യു റൈറ്റ്. അതേഴ്സ് എന്ന് പറഞ്ഞാൽ റൈറ്റ് നൗ, റൈറ്റ് എസ്റ്റർഡേ എന്നൊക്കെ എസ്റ്റർഡേ വാട്ട് ഡു യു റൈറ്റ് എസ്റ്റർഡേ എന്ന് ചോദിക്കാൻ പറ്റില്ല. വാട്ട് ഡിഡ് യു റൈറ്റ് എസ്റ്റർഡേ എന്ന് ചോദിക്കാം. ക്ലിയർ ആണല്ലോ? അതാണ് അതേഴ്സ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മളിപ്പം ഒരു എന്താ പറഞ്ഞ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഇത്രയും പഠിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി വാട്ട് ഡു യു റൈറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ? നിങ്ങൾ എന്താണ് എഴുതുക എന്നാണ് അതിനർത്ഥം. നിങ്ങൾ എന്താണ് എഴുതുക എന്നാണ് അതിനർത്ഥം. വാട്ട് ഡു യു റൈറ്റ്. നോക്കൂ, വാട്ട് ഡസ് ഹി റീഡ്. ഇവിടെ നോക്കൂ, ഹി ഡസ് റീഡ് എ നോവൽ. അവിടെ നമ്മൾ ഹീഡ് അവിടെ വാട്ട് കൊടുത്തു, ഡസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റിന് അപ്പുറത്തിട്ടു ഹി റീഡ്. വേറെ ഒരു മാറ്റവും വരത്തില്ല. വാട്ട് ഡസ് ഹി റീഡ്. അതായത് നമ്മൾ WH ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ്. അങ്ങനെ പറഞ്ഞാലാണ് ഈസി. ഓക്സിലറിയോ മോഡൽ ഓക്സിലറിയോ ആദ്യം വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക്
സബ്ജക്റ്റ് വരും, അത് കഴിഞ്ഞിട്ട് വെർബ് ഓൺ വരണം. ഇത്രയേ ഉള്ളൂ. ഇത്രയും നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങളൊരു ഫ്ലോ ആയിട്ട് പഠിച്ചു വെച്ചായിരുന്നു. വാട്ട് ഡു യു റൈറ്റ്, എന്താണ് നിങ്ങൾ എഴുതുക. വാട്ട് ഡസ് ഹി റീഡ്, എന്താണ് നിങ്ങൾ വായിക്കുക. അതാണ് അതിൻ്റെ മലയാളം. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ സെൻറ്റൻസ് എന്താ? സെൻറ്റൻസ് നമ്മൾ പഠിച്ചത് ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ക്ലിയർ ആണല്ലോ. ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓക്സിലറി വെർബ് ആം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വെർബിൻ്റെ ING ഫോമാണ് വരേണ്ടുന്നത്. അത് നിങ്ങൾ ഓർക്കുക. പ്രസൻറ്റ് കണ്ടിന്യൂസ് എപ്പോഴാണ് പറയേണ്ടുന്നത്? നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് എപ്പോഴാണ് പറയുന്നത്? അത് ഞാൻ പറയാൻ വിട്ടു, അതും കൂടെ പറഞ്ഞു. സിമ്പിൾ പ്രസൻറ്റ് എപ്പോഴാണ് കിട്ടുന്നത് പറയുന്നത്? നമ്മൾ ഒരു ആക്ഷൻ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ പറയാം. ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ഉള്ള ആക്ഷന് പ്രസൻറ്റ് കണ്ടിന്യൂസും, അല്ല യൂണിവേഴ്സൽ ട്രൂത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാനും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സമയത്ത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഒരു ആക്ഷൻ പറയുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണെങ്കിൽ, ഇവിടെ കണ്ടിന്യൂസ് എന്നൊരു വാക്കുണ്ട് കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. അതിനകത്ത് റൂൾസ് എന്താ വരിക? വെർബിൻ്റെ ING ഫോം വരണം. കണ്ടിന്യൂസ് വന്നാൽ, എവിടെ കണ്ടിന്യൂസ് വന്നാലും വെർബിൻ്റെ ING ഫോം വരും. ക്ലിയർ ആണല്ലോ. ഇനി ഇതിനകത്ത് റൂൾസ് എന്താ നോക്കൂ. സബ്ജക്ട് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് അതേഴ്സ്. നോക്കൂ, ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ ഓക്സിലറി വെർബ്, പിന്നെ വെർബ് പ്ലസ് ING. ഇത് ഇത്രയും മാറത്തില്ല. ഓപ്ഷൻസ് നോക്കൂ. ഐ ആം റൈറ്റിംഗ് എ നോവൽ, ഹീ ഈസ് റീഡിങ് എ നോവൽ. എൻ്റെ മലയാളം എന്താ? ഐ ആം റൈറ്റിംഗ് എ നോവൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു നോവൽ എഴുതുകയാണ്. ഹീ ഈസ് റീഡിങ് എ നോവൽ എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹം ഒരു നോവൽ വായിക്കുകയാണ്, അല്ലേ? വായിക്കുകയാണ്. ഐ ആം റൈറ്റിംഗ് എ നോവൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു നോവൽ എഴുതുകയാണ്. ഹീസ് റീഡിങ് എ നോവൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നോവൽ വായിക്കുകയാണ്. ക്ലിയർ ആയല്ലോ. ഇനി യു ആർ റൈറ്റിംഗ് എ നോവലുണ്ട്, യു ആർ റൈറ്റിംഗ് എ നോവലും ഉണ്ട്. നിങ്ങൾ ഒരു നോവൽ എഴുതുകയാണ്. ക്ലിയർ ആണല്ലോ. WH ക്വസ്റ്റ്യൻസ് എന്ത് വരും? നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കൂ. WH ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെ വരണം? സബ്ജക്റ്റ് ഇവിടെ ഉണ്ട് അല്ലേ? സബ്ജക്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ എന്ത് വരണം? WH വേർഡ് വരും. അത് കഴിഞ്ഞിട്ട് ആം ഈസ് ആർ അങ്ങനെ തന്നെ വരും. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരും അല്ലേ? എന്നിട്ട് വെർബ് പ്ലസ് ING പ്ലസ് അതേഴ്സ്. നോക്കൂ, WH പ്ലസ് ആം ഈസ് ആർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് അതേഴ്സ്. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ നോക്കൂ, ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? അപ്പം നമുക്ക് ഐ ആം റൈറ്റിംഗ് എ നോവലിന് എന്തോ വരണം? ആദ്യം നമ്മൾ എന്തോ പറഞ്ഞു? WH വേർഡ്. WH വേർഡ് എന്താ? വാട്ട്. ആം അല്ലേ ഓക്സിലറി വെർബ്? ആം ഐ റൈറ്റിംഗ് എന്നല്ലേ വരിക? വാട്ട് ആം ഐ റൈറ്റിംഗ്. നോക്കൂ, വാട്ട് ആം ഐ റൈറ്റിംഗ്. ഇനി നോക്കൂ, അടുത്തത് എന്താ വരും? വാട്ട് ഈസ് ഹി റീഡിങ്. വാട്ട് ആർ യു റൈറ്റിംഗ്. ക്ലിയർ ആണോ? ഇനി എൻ്റെ മലയാളം. വാട്ട് ആം ഐ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് എഴുതുന്നത്, അല്ലേ? എഴുതുന്നത്. അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കില്ല, അത് ക്വസ്റ്റ്യൻ ആക്കിയപ്പോൾ അങ്ങനെ ആയെന്നേ ഉള്ളൂ. നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ എന്താണ്. നമ്മൾ വേണമെങ്കിൽ തെറ്റൊക്കെ എഴുതി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വാട്ട് ആം ഐ റൈറ്റിംഗ് എന്ന് പറയാം. ഞാൻ എന്താ എഴുതുന്നത് എന്ന് പറയാൻ പറ്റും, അല്ലേ? വാട്ട് ഈസ് ഹി റീഡിങ്. അദ്ദേഹം എന്താണ് വായിക്കുന്നത്, അല്ലേ? വാട്ട് ആർ യു റൈറ്റിംഗ്. നിങ്ങൾ എന്താണ് എഴുതുന്നത്. ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റിനകത്ത് നോക്കൂ, സെൻറ്റൻസ് നോക്കൂ. ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഇതിനകത്ത് നിങ്ങൾ ഓർക്കേണ്ടത് പെർഫെക്റ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ എപ്പോഴും V3 വരണം. V3 പെർഫെക്റ്റ് എന്ന് വന്നാൽ V3. പിന്നെ ഓക്സിലറി വെർബ് മാത്രമേ നമുക്ക് പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഫ്യൂച്ചറും വന്നിട്ട് ഒരു വ്യത്യാസം വരത്തുള്ളൂ. അപ്പം പെർഫെക്റ്റിൽ V3 അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ക്ലിയർ ആണല്ലോ. ഇതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് അതേഴ്സ്. നമുക്കറിയാം യു ഹാവ് റിട്ടൺ എ നോവൽ. യു ഹാവ് റിട്ടൺ എ നോവൽ. നോക്കൂ, അടുത്തെന്താ? ഹി ഹാസ് റീഡ് എ നോവൽ. യു ഹാവ് റിട്ടൺ എ നോവൽ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളൊരു നോവൽ എഴുതിയിട്ടുണ്ട് എന്നല്ലേ അർത്ഥം? ഹി ഹാസ് റീഡ് എ നോവൽ. അദ്ദേഹം ഒരു നോവൽ വായിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. വായിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, ഇവിടെ നമ്മൾ ടെൻസിൻ്റെ വളരെ വൃത്തിയായിട്ട് ഒരു പാർട്ട് 3 ടെൻസ് മാത്രം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു 1 മണിക്കൂറുടെ വീഡിയോ ഉണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടാൽ ടെൻസിൻ്റെ മൊത്തം മനസ്സിലാവും. ഇപ്പം ഞാൻ പിന്നെ ഈ റൂളും ഒന്ന് പറയുന്നതേ ഉള്ളൂ. റൂളൊക്കെ കുറച്ച് നല്ല വൃത്തിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വേണമെങ്കിൽ അത് പോയി കാണാം. അറിയാമെന്നുള്ളവർ കണ്ട് സമയം കളയണ്ട. ഓക്കെ. ഇനി WH ക്വസ്റ്റ്യൻസ് എന്താ? WH പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് സബ്ജക്ട് പ്ലസ് V3 പ്ലസ് അതേഴ്സ്.
ഇവിടെ നമ്മൾ വേറെ ഒന്നും വന്നില്ല അല്ലേ, ക്വസ്റ്റ്യൻ ഇനി എപ്പോഴും ഞാൻ പറയത്തില്ല, നിങ്ങളത് ഇത് ഇങ്ങനെ ഓർത്തോണം, വെറുതെ സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അതായത് WHO ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം വരും, അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് വരും, ഹാസ് ഓർ ഹാവ്. കണ്ടോ, വേറെ ഒരു മാറ്റവും ഇല്ല. എന്നിട്ട് സബ്ജക്റ്റിന് ഹാസ് ഓർ ഹാവ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ഇടുക, അത്രേ ഉള്ളൂ. നമ്മൾ ഈ എസ് ഓർ നോ ക്വസ്റ്റ്യൻ പഠിച്ചു, അതേ സെയിം ആണ്. എസ് ഓർ നോ ക്വസ്റ്റ്യനകത്ത് ഈ WHO വേർഡ് മാത്രമില്ല, ബാക്കിയൊക്കെ സെയിം ആണ്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ നമ്മൾ WHO വേർഡ് മാത്രം ചേർത്താൽ മതി, വേറെ ഒരു വ്യത്യാസമില്ല. നമ്മളത് വൃത്തിക്ക് പഠിച്ചതാണ്. അതും എസ് ഓർ നോ ക്വസ്റ്റ്യനും പഠിപ്പിച്ചിട്ടുണ്ട്, അതും ഒന്ന് പോയി കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രക്ചർ ഒന്ന് മനസ്സിലാവും. എന്നിട്ട് അതിൻ്റെ മുന്നേ ഒരു WHO മാത്രം ചേർക്കുക, അതോടെ സംഭവം ക്ലിയർ ആവും. ക്ലിയർ ആണല്ലോ? എന്തായാലും ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ സ്ട്രക്ചറിലേ വരത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി വാട്ട് ഹാവ് യു റിട്ടൺ, എക്സാം നോക്കിക്കോളൂ. നെക്സ്റ്റ് എന്താ, വാട്ട് ഹാസ് ഹി റീഡ്. ഇതിൻ്റെ മലയാളം എന്താ വരിക, വാട്ട് ഹാവ് യു റിട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ, എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ല, എന്ത് എഴുതിയിട്ടുണ്ട്. അത് പാസ്റ്റ് ടെൻസ് വരുമ്പോൾ എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, എന്ത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എന്ത് വായിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതാണ്. അതായത് പെർഫെക്റ്റ് എപ്പോഴാണ്, കംപ്ലീറ്റഡ് ആക്ഷനാണ് നമ്മൾ പറയണം. ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല, എല്ലാം കൂടെ പറഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും വീഡിയോ. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ടെൻസിന് വേണ്ടിയിട്ട് അത് പോയി കാണുക, എപ്പോൾ എങ്ങനെ പറയണമെന്ന്, ടെൻസസ് ഏത് രീതിക്ക് ഉപയോഗിക്കേണ്ടെന്ന് ഇത് നോക്കിക്കോളൂ. ക്ലിയർ ആണല്ലോ? വാട്ട് ഹാവ് യു റിട്ടൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതിയിട്ടുണ്ട്, അദ്ദേഹം എന്ത് വായിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിലെന്താ, ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഇവിടെ നോക്കുക, ഇത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ലേ, സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർ പ്ലസ് ING പ്ലസ് അതേഴ്സ്. ഇവിടെ നോക്കൂ, ഇവിടെയും കണ്ടിന്യൂസ് വന്നിട്ടുണ്ടോ? കണ്ടിന്യൂസ് വന്നപ്പോൾ നമ്മൾ സ്റ്റഡിങ് വന്നു. പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ബീൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലേ, വേർഡ് ഉണ്ട്. അപ്പം ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഓക്കെ, ഞാൻ കൂടുതൽ ടെൻസിലോട്ട് കിടക്കുന്നില്ല, അത് നിങ്ങൾ ഒന്ന് നോക്കിക്കോണേ പ്ലീസ്. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർ പ്ലസ് ING പ്ലസ് അതേഴ്സ്. യു ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ. യു ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ. ഹി ഹാസ് ബീൻ റീഡിങ് എ നോവൽ. നിങ്ങൾ ഒരു നോവൽ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പറയാൻ പറ്റും. അതായത് ഒരു ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പറയാൻ പറ്റും. നിങ്ങൾ ഒരു നോവൽ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ഹി ഹാസ് ബീൻ റീഡിങ് എ നോവൽ എന്ന് പറഞ്ഞാൽ നിങ്ങളല്ല, അദ്ദേഹം ഒരു നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ഷനാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ റൂൾ എന്താ, WHO ക്വസ്റ്റ്യൻസിൻ്റെ സെയിം ആണ്, വേറെ ഒന്നുമില്ല. നമ്മൾ ക്വസ്റ്റ്യൻ പഠിച്ചിരുന്നു, എസ് ഓർ നോ ക്വസ്റ്റ്യൻ പഠിച്ചിരുന്നു, അതിൻ്റെ മുന്നേ WHO മാത്രം കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ WHO കൊടുത്തിട്ട് ഹാസ് ഓർ ഹാവ് പ്ലസ് സബ്ജക്ട് പ്ലസ് ബീൻ പ്ലസ് വെർ പ്ലസ് ING പ്ലസ് അതേഴ്സ്, എല്ലാം ലിങ്ക്ഡ് ആണ്. നിങ്ങൾ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പഠിക്കുമ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വേറൊരാൾ ക്ലാസ് എടുക്കുമ്പോൾ എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇനിയിപ്പം എനിക്ക് എൻ്റെ രീതിക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ, അതേ എനിക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വേറൊരാളുടെ രീതിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ കൊളാവും. അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ എന്നെ തന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരാളെ മൊത്തം സീരീസ് കാണുക, അതായിരിക്കും ഏറ്റവും നല്ലത്. കുറേ ഉണ്ടെന്ന് തോന്നുന്നു ഇംഗ്ലീഷ്, ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. നിങ്ങൾ നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാവുന്നത് ആദ്യം മുതൽ അവസാനം വരെ ഒരാളെ ഫോളോ ചെയ്യുക. എന്നിട്ട് അപ്പം നിങ്ങൾക്ക് നല്ലൊരു ബേസ് കിട്ടും. ബേസ് കിട്ടിയതിന് ശേഷം എന്താ പറയുക, നമ്മുടെ പ്രോ ലെവൽ അല്ലെങ്കിൽ അഡ്വാൻസ് ലെവൽ നിങ്ങൾക്ക് പിന്നെ കുറച്ചായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും. അല്ലാതെ നിങ്ങൾ ഇവിടുന്ന് കുറച്ച് പഠിച്ചു അവിടുന്ന് കുറച്ച് പഠിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ആരുടെ. എൻ്റെ നിന്ന് തന്നെ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. അതാണ് നിങ്ങൾക്ക് ഇപ്പം കണ്ടോ, ഞാൻ ഇത് പറഞ്ഞു തരുമ്പം എസ് ഓർ നോ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയാണ്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ റൂൾസ് നിങ്ങൾക്ക് അറിയാം, അതിൻ്റെ കൂടെ WHO ക്വസ്റ്റ്യൻസ് മാത്രം ഇട്ടാൽ മതി എന്ന് പറയുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി വാട്ട് ഹാവ് യു ബീൻ റൈറ്റിംഗ്. ഒരു കാര്യം കൂടെ പറയാം, ബേസിക്സ് പഠിക്കാതെ നമ്മൾ എന്ത് പഠിച്ചിട്ടും മറന്നു പോകും. ബേസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും മറക്കില്ല. അത് ഇംഗ്ലീഷ് മാത്രമല്ല, മാത്സും അങ്ങനെ തന്നെ പഠിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ബേസിക്സ് നിങ്ങൾ എപ്പോഴും പഠിക്കണം, എന്തിൻ്റെ പഠിച്ചാലും. ഓക്കെ, വാട്ട് ഹാവ് യു ബീൻ റൈറ്റിംഗ്. വാട്ട് ഹാസ് ഹി ബീൻ റീഡിങ്. എന്താ, നിങ്ങൾ എന്താണ് എഴുതിക്കൊണ്ടിരുന്നത് അല്ലേ, എഴുതിക്കൊണ്ടിരിക്കുന്നത്, അത് പാസ്റ്റ് ആയിപ്പോൾ എഴുതിക്കൊണ്ടിരുന്നത്. വാട്ട് ഹാസ് ഹി ബീൻ റീഡിങ്. അദ്ദേഹം എന്താണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ, അതായത് പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ?
ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇങ്ങനെയൊന്നും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. ഇത് സംസാരത്തിൽ വരത്തില്ല, റൈറ്റിങ്ങിൽ മാത്രമേ നമുക്കിത് വരത്തുള്ളൂ. പിന്നെ ഈ എക്സാമിനുള്ളവർക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതർവൈസ് നമ്മൾ വാട്ട് ആർ യു ഡൂയിങ്, വാട്ട് ആർ യു റൈറ്റിംഗ് എന്നൊക്കെ ചോദിക്കുള്ളൂ. മനസ്സിലായില്ലേ? വാട്ട് ആർ യു റൈറ്റിംഗ്, ഇങ്ങനെ വാട്ട് ഹാവ് യു ബീൻ റൈറ്റിംഗ് എന്നൊന്നും അധികം സംസാരത്തിൽ സംസാരിക്കത്തില്ല. അത് ഭയങ്കര ഹൈ ലെവൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഒക്കെ വരുമ്പം നമ്മൾ സംസാരിക്കുമ്പോൾ മാത്രം, അതായത് കുറച്ച് മുന്നേ തുടങ്ങി ഇപ്പോഴും നടക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ മാത്രം സംസാരിക്കും. നമ്മൾ സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറും പ്രസൻറ്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും പെർഫെക്റ്റും, പ്രസൻറ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് അതെയല്ല, ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് വരെ ഇത് മൂന്നും, ഇത് ഇത്രയും പഠിച്ചാൽ തന്നെ നമുക്ക് സംസാരിക്കാൻ നല്ലോണം കിട്ടും. ഇത് ഇത്രയും പഠിക്കണം, ഇത് ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി ഇതെന്താ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ അധികം ഉപയോഗിക്കാറില്ല, വളരെ റെയറായിട്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അത് അറിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ അഡ്വാൻസ് ലെവലിൽ അറിഞ്ഞിരുന്നാൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി വാട്ട് ഹാവ് യു ബീൻ റൈറ്റിംഗ്, നിങ്ങൾ എന്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്, അദ്ദേഹം എന്താണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി സിമ്പിൾ പാസ്റ്റ്, ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. സിമ്പിൾ പാസ്റ്റ് അല്ലേ? നോക്കൂ, സബ്ജക്ട് പ്ലസ് ഡിഡ് പ്ലസ് വെർബ് വൺ പ്ലസ് അതേഴ്സ്. ഇവിടെ നോക്കൂ, യു റോട്ട് എ നോവൽ ഓർ യു ഡിഡ് റൈറ്റ് എ നോവൽ. ഇവിടെ നോക്കൂ, ഡിഡ് റൈറ്റ് ആണ്. ഡിഡ് റൈറ്റും റോട്ട് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ഡിഡ് കഴിഞ്ഞിട്ട് റൈറ്റേ വരത്തുള്ളൂ. നമ്മൾ ഡസ് പ്ലസ് റീഡ് പറഞ്ഞു, റീഡ്സ് അല്ലേ? അതുപോലെ ഡിഡ് പ്ലസ് റൈറ്റ് ആണ് റോട്ട്. ഡു പ്ലസ് റൈറ്റ് തന്നെയാണ്. ഡസ് പ്ലസ് റൈറ്റ് റൈറ്റ്സ്, ഡിഡ് പ്ലസ് റൈറ്റ് റോട്ട്. ഇതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇത് കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അതാണ് ഞാനിപ്പം കൂടുതൽ പറയാത്തത്. ഇപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ പഠിക്കണം. ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോഴും നോട്ട് ഉണ്ടാക്കുമ്പോഴും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ ഓക്സിലറി വെർബ് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് വരണം, അല്ലെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആദ്യം ഓക്സിലറി വെർബ് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി സിമ്പിൾ പാസ്റ്റിൽ ഹീ റീഡ് എ നോവൽ അല്ലെങ്കിൽ ഹീ ഡിഡ് റീഡ് എ നോവൽ. ക്ലിയർ ആണല്ലോ? ഇതിൻ്റെ അർത്ഥം എന്താ? യു റോട്ട് എ നോവൽ, നിങ്ങളൊരു നോവൽ എഴുതി. അദ്ദേഹം ഒരു നോവൽ എഴുതി, അദ്ദേഹം ഒരു നോവൽ വായിച്ചു. റീഡാണ്, വായിച്ചു. ക്ലിയർ ആണല്ലോ? ഇനി WH ക്വസ്റ്റ്യൻസ്, WH പ്ലസ് ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് വെർബ് വൺ പ്ലസ് അതേഴ്സ്. നോക്കൂ, ഇതിനകത്ത് എന്താ വരുന്നത്? വ്യത്യാസം വല്ലതും ഉണ്ടോ? ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് വെർബ് വൺ പ്ലസ് അതേഴ്സ് എന്ന് പറഞ്ഞാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. ഡിഡ് യു റൈറ്റ് എ നോവൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ നോവൽ എഴുതുകയാണോ എന്നാണ് അർത്ഥം. ഇവിടെ വാട്ട് ഡിഡ് യു, നോക്കൂ, റൈറ്റ്. വാട്ട് ഡിഡ് യു റൈറ്റ്. വാട്ട് ഡിഡ് യു റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? നിങ്ങൾ എന്തെഴുതി എന്നാണ്. എന്ത് എഴുതി. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? വാട്ട് ഡിഡ് യു റൈറ്റ്. വാട്ട് ഡിഡ് ഹീ റീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളല്ല, അദ്ദേഹം എന്ത് വായിച്ചു. പാസ്റ്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെ ചോദിക്കണം. നമുക്ക് പാസ്റ്റിലെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഇത് പ്രസൻറ്റിൽ നമ്മൾ പഠിച്ചു, പാസ്റ്റിൽ ഈ കാര്യം ഇങ്ങനെയാണ് ചോദിക്കുക. ക്ലിയർ ആണല്ലോ? ഇത് കണ്ടിന്യൂസ്. നമ്മൾ പ്രസൻറ്റ് ടെൻസ് കഴിഞ്ഞു. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസിൽ നമുക്ക് സെൻറ്റൻസ് എങ്ങനെയാണ് പറയുക? ഐ വാസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നിൽ സെൻറ്റൻസ് പഠിക്കുക, അല്ലെങ്കിൽ റൂൾ പഠിക്കുക, ഏതെങ്കിലും ഒന്ന്. സെൻറ്റൻസ് പഠിക്കാനാണ് നമുക്ക് എളുപ്പം. നോക്കിക്കോളൂ, സബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് അതേഴ്സ്. നോക്കൂ, ഹി വാസ് റൈറ്റിംഗ് എ നോവൽ. ഇതിൻ്റെ അർത്ഥം എന്താ? ഹി വാസ് റൈറ്റിംഗ് എ നോവൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നോവൽ എഴുതുകയായിരുന്നു. ക്ലിയർ ആണല്ലോ? പാസ്റ്റിൽ ഒരു ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കണം. എഴുതുകയായിരുന്നു. ക്ലിയർ ആണല്ലോ? ഇനി യു വെയർ റീഡിങ് എ നോവൽ, നിങ്ങൾ ഒരു നോവൽ വായിക്കുകയായിരുന്നു അല്ലേ? യു വെയർ റീഡിങ് എ നോവൽ. ക്ലിയർ ആണല്ലോ? അതായത് പാസ്റ്റ് കണ്ടിന്യൂസ്. ഇനി നോക്കൂ, ഇതിലെന്താ വരിക? വേറെ വ്യത്യാസമൊന്നുമില്ല. WH വേർഡ് എപ്പോഴും, WH ക്വസ്റ്റ്യൻസിനകത്ത് WH വേർഡ് എപ്പോഴും ആദ്യം വരും. അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് വരും, സബ്ജക്റ്റ് വരും, വെർബ് വരും, പ്ലസ് പിന്നെ വെർബ് ING ആണെങ്കിൽ ING, എന്താണേലും വെർബ് വരും. അത് കഴിഞ്ഞിട്ട് അതേഴ്സ്, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരും. ഇതെന്തരം ഈ സ്ട്രക്ചറിലേ വരത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി വാട്ട് വാസ് ഹി റൈറ്റിംഗ്. അദ്ദേഹം എന്തെഴുതുകയായിരുന്നു. ക്ലിയർ ആണല്ലോ? വാട്ട് വാസ് ഹി റൈറ്റിംഗ്. അദ്ദേഹം എന്തെഴുതുകയായിരുന്നു. നോക്കിയുള്ളൂ, വാട്ട് വെയർ യു റീഡിങ്. നിങ്ങൾ എന്ത് വായിക്കുകയായിരുന്നു. ക്ലിയർ ആണല്ലോ? വായിക്കുകയായിരുന്നു. പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ഷൻ വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ പോസിറ്റീവ് സെൻസ്, എന്താണേലും. ക്ലിയർ ആണല്ലോ? നമുക്ക് ടെൻസ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ടെൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടെൻസ് നിങ്ങൾ പഠിക്കുക തന്നെ വേണം. ക്ലിയർ ആണല്ലോ?
ഇനി പാസ്റ്റ് പെർഫെക്റ്റ്. ഐ ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഇവിടെ നോക്കൂ, ഐ ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് അതേഴ്സ്. പെർഫെക്റ്റ് ഞാൻ പറഞ്ഞു V3. കണ്ടിന്യൂസിൽ ING നമ്മൾ പഠിച്ചു അല്ലേ? ക്ലിയർ ആണല്ലോ. അതുപോലെ പെർഫെക്റ്റിൽ എപ്പോഴും V3 വരണം, അത് ഓർത്തിരുന്നോണം. അവിടെ ഹാവ് ആയിരുന്നു, ഇവിടെ ഹാഡായി, അത്രേ ഉള്ളൂ. യു ഹാഡ് റിട്ടൺ എ നോവൽ. നിങ്ങൾ ഒരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പാസ്റ്റിൽ നമ്മൾ പ്രസൻറ്റിൽ എന്താ പറഞ്ഞത്? നിങ്ങളൊരു നോവൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു, പാസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് 2 ആക്ഷൻ വരുമ്പോഴാണ് നമ്മൾ പറയുക. അത് ടെൻസിൽ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് പോയി കാണുക. ഇത് യു ഹാഡ് റിട്ടൺ എ നോവൽ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ? നിങ്ങളൊരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി നോക്കൂ, ഹി ഹാഡ് റീഡ് എ നോവൽ. അദ്ദേഹം ഒരു നോവൽ വായിച്ചിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റഡ് ആക്ഷൻ ആണ്. പാസ്റ്റിൽ കംപ്ലീറ്റഡ് ആക്ഷൻ. 2 ആക്ഷൻ വരുമ്പം ആദ്യത്തെ ആക്ഷൻ അല്ലെങ്കിൽ ആദ്യം കംപ്ലീറ്റഡ് ആക്ഷനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ പറയും. ക്ലിയർ ആണോ? ഇനി WH ക്വസ്റ്റ്യൻസ് വ്യത്യാസമൊന്നുമില്ല. WH വേർഡ്, ഓക്സിലറി, സബ്ജക്റ്റ്, വെർബ്, പിന്നെ അതേഴ്സ്. ക്ലിയർ ആണല്ലോ? വാട്ട് ഹാഡ് യു റിട്ടൺ? നിങ്ങൾ എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നു? നിങ്ങൾ എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നു? മനസ്സിലായോ? പാസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. വാട്ട് ഹാഡ് ഹി റീഡ്? നിങ്ങൾ എന്ത് വായിച്ചിട്ടുണ്ടായിരുന്നു? ക്ലിയർ ആണല്ലോ? നിങ്ങൾ എന്ത് വായിച്ചിട്ടുണ്ടായിരുന്നു? ക്ലിയർ ആണല്ലോ? അല്ലെ നിങ്ങൾ എന്താണ് വായിച്ചിട്ടുണ്ടായിരുന്നത്? മനസ്സിലായതോ? നിങ്ങൾ എന്താണ് എഴുതിയിട്ടുണ്ടായിരുന്നത്? നിങ്ങൾ എന്താണ് വായിച്ചിട്ടുണ്ടായിരുന്നത്? എന്താണേലും കറക്റ്റാണ്. ക്ലിയർ ആണല്ലോ? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താ? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പാസ്റ്റിലൊരു ആക്ഷൻ തുടങ്ങി പാസ്റ്റിൽ തന്നെ കുറച്ച് നേരം നീണ്ടു നിൽക്കുന്നതിന് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? സ്റ്റേറ്റ്മെൻറ്റ് അറിയാം. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് അതേഴ്സ്. യു ഹാഡ് ബീൻ റൈറ്റിംഗ് എ നോവൽ. നിങ്ങൾ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായോ? നിങ്ങളൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഹി ഹാഡ് ബീൻ റീഡിങ് എ നോവൽ. അദ്ദേഹം ഒരു നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി WH ക്വസ്റ്റ്യൻസ് എന്താ? WH പ്ലസ് ഹാഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് അതേഴ്സ്. വാട്ട് ഹാഡ് യു ബീൻ റൈറ്റിംഗ്? നിങ്ങൾ എന്താണ് എഴുതിക്കൊണ്ടിരുന്നത്? അല്ലേ? കണ്ടിന്യൂസ് ആണ്. നിങ്ങൾ എന്താണ് എഴുതിക്കൊണ്ടിരുന്നത്? ക്ലിയർ ആണോ? അദ്ദേഹം എന്താണ് വായിച്ചുകൊണ്ടിരുന്നത്? അല്ലേ? അദ്ദേഹം എന്താണ് വായിച്ചുകൊണ്ടിരുന്നത്? ക്ലിയർ ആണല്ലോ? കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ഷനാണ്. ഇനി സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കണം. സിമ്പിൾ ഫ്യൂച്ചർ നമുക്ക് ആവശ്യമുണ്ട്. ഫ്യൂച്ചറിലെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്യൂച്ചർ ആവശ്യമുണ്ട്. ഞാൻ ഒന്നും കൂടെ പറയാം എന്തൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സംസാരിക്കാനാണെങ്കിൽ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് സംസാരിക്കാൻ പറ്റും. പ്രസൻറ്റൻസും സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറും കണ്ടിന്യൂസും മാത്രം അറിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ്. പെർഫെക്റ്റും കൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും പറ്റും. റിട്ടൺ നമുക്ക് എല്ലാം വേണം. എഴുതുമ്പോൾ നമുക്ക് വളരെ കറക്റ്റായിട്ട് എഴുതിയെങ്കിലേ പറ്റുള്ളൂ. റിട്ടേൺ വേണ്ടിയിട്ട് നിങ്ങൾ റിട്ടൺ ഇമ്പ്രൂവ്മെൻ്റ് ആണ് നോക്കുന്നതെങ്കിൽ, അതായത് എഴുതുന്നതിന് വേണ്ടിയുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ ടെൻസ് മൊത്തം ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂൾസ് ഉണ്ട്, അത് വെച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം സംസാരിക്കാനാണെങ്കിൽ ഇത്രയും പഠിച്ചാൽ മതി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഇനി സ്റ്റേറ്റ്മെൻറ്റ് സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് വെർബ് വൺ പ്ലസ് അതേഴ്സ്. യു വിൽ റൈറ്റ് എ നോവൽ. ക്ലിയർ ആണല്ലോ? അർത്ഥം എന്താ? നിങ്ങളൊരു നോവൽ എഴുതും ഫ്യൂച്ചറിൽ. ഹി വിൽ റീഡ് എ നോവൽ. നിങ്ങളൊരു നോവൽ വായിക്കും ഫ്യൂച്ചറിൽ, അല്ലേ? ക്വസ്റ്റൻ എന്താ? WH ഇവിടെ നോക്കൂ, ഓക്സിലറി അല്ലെങ്കിൽ മോഡൽ. ഇവിടെ മോഡൽ ഓക്സിലറി ആദ്യം വന്നു. വിൽ പ്ലസ് സബ്ജക്ട് പ്ലസ് വെർബ് വൺ പ്ലസ് അതേഴ്സ്. ക്ലിയർ ആണല്ലോ? ഇനി വാട്ട് വിൽ യു റൈറ്റ്? നിങ്ങൾ എന്ത് എഴുതും, അല്ലേ? നിങ്ങൾ എന്ത് എഴുതും ഫ്യൂച്ചർ. വാട്ട് വിൽ ഹി റീഡ്? അദ്ദേഹം എന്ത് വായിക്കും. അദ്ദേഹം എന്ത് വായിക്കും. ക്ലിയർ ആണല്ലോ? ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഐ വിൽ ബി സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയായിരിക്കും.
മനസ്സിലായോ? പഠിക്കുകയായിരിക്കും. ക്ലിയർ ആണല്ലോ? ഫ്യൂച്ചറിൽ സബ്ജക്ട് പ്ലസ് വിൽ, നമുക്കത് സെൻറ്റൻസ് അറിയാമെങ്കിൽ നമുക്ക് റൂളും ഉണ്ടാക്കാൻ അറിയാം, ബി പ്ലസ് വെർ പ്ലസ് ING പ്ലസ് അതേഴ്സ്. സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ബി പ്ലസ് വെർ പ്ലസ് ING പ്ലസ് അതേഴ്സ്. നോക്കൂ, യു വിൽ ബി റൈറ്റിംഗ് എ നോവൽ. നിങ്ങൾ ഒരു നോവൽ എഴുതുകയായിരിക്കും ഫ്യൂച്ചറിൽ. അത് നമ്മൾ ഡേറ്റ് ഒക്കെ പറയും, അത് നിങ്ങൾ ടെൻസിൻ്റെ വീഡിയോ ഉണ്ടാവും, അത് മനസ്സിലാവും. ക്ലിയർ ആണല്ലോ? യു വിൽ ബി റൈറ്റിംഗ് എ നോവൽ. നിങ്ങളൊരു നോവൽ എഴുതുകയായിരിക്കും. ഹി വിൽ ബി റീഡിങ് എ നോവൽ. അദ്ദേഹം ഒരു നോവൽ എഴുതുകയായിരിക്കും, വായിക്കുകയായിരിക്കും. അദ്ദേഹം ഒരു നോവൽ വായിക്കുകയായിരിക്കും. ഇനി WH ക്വസ്റ്റ്യൻസ്. WH പ്ലസ് വിൽ പ്ലസ് സബ്ജക്ട് പ്ലസ് ബി പ്ലസ് വെർ പ്ലസ് ING പ്ലസ് അതേഴ്സ്. വാട്ട് വിൽ യു ബി റൈറ്റിംഗ്? നിങ്ങൾ എന്ത് എഴുതുകയായിരിക്കും? വാട്ട് വിൽ യു ബി റൈറ്റിംഗ്? വാട്ട് വിൽ യു ബി റൈറ്റിംഗ് നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത്, അങ്ങനെ പറയും. അതാണ് അതേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഞാൻ സ്ട്രക്ചർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ? വാട്ട് വിൽ യു ബി റൈറ്റിംഗ്, എന്ത് എഴുതുകയായിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി വാട്ട് വിൽ ഹി ബി റീഡിങ്, അദ്ദേഹം എന്ത് വായിക്കുകയായിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഐ വിൽ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഐ വിൽ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അതിനർത്ഥം എന്താ? ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ബൈ നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷമാകുമ്പോഴേക്കും ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഞാൻ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യും, അടുത്ത വർഷത്തെ കാര്യമാണ്, അത് ഫ്യൂച്ചറാണ്. ക്ലിയർ ആണല്ലോ? സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് B3 പ്ലസ് അതേഴ്സ്. യു വിൽ ഹാവ് റിട്ടൺ എ നോവൽ. നിങ്ങൾ ഒരു നോവൽ എഴുതിയിട്ടുണ്ടായിരിക്കും. നിങ്ങളൊരു നോവൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇനി യു വിൽ ഹാവ് റീഡ് എ നോവൽ. യു വിൽ ഹാവ് റീഡ് എ നോവൽ. നിങ്ങളൊരു നോവൽ വായിച്ചിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി WH പ്ലസ് വിൽ പ്ലസ് സബ്ജക്ട് പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് അതേഴ്സ്. വാട്ട് വിൽ യു ഹാവ് റിട്ടൺ? നിങ്ങൾ എന്ത് എഴുതിയിട്ടുണ്ടായിരിക്കും. ഫ്യൂച്ചറാണ്. മനസ്സിലായോ? നിങ്ങൾ എന്ത് ഫ്യൂച്ചറിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് വീക്ക്, അടുത്ത മാസത്തിൽ, അടുത്ത ആഴ്ചയിൽ നിങ്ങൾ എന്ത് എഴുതിയിട്ടുണ്ടായിരിക്കും. വാട്ട് വിൽ യു ഹാവ് റീഡ്. ഇവിടെ നോക്കൂ, നിങ്ങൾ എന്ത് വായിച്ചിട്ടുണ്ടായിരിക്കും. വിൽ യു ഹാവ് റീഡ്, നിങ്ങൾ എന്ത് വായിച്ചിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇവിടെ നോക്കൂ, ഐ വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഐ വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അടുത്ത വർഷം ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും, അല്ലേ? ഫ്യൂച്ചറിൽ അത് ബൈ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേന് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. അങ്ങനെ അർത്ഥം വരുന്നതിനാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതധികം നമ്മൾ എവിടെയും ഉപയോഗിക്കില്ല, റിട്ടേണും വളരെ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. ക്ലിയർ ആണല്ലോ? സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർ പ്ലസ് ING പ്ലസ് അതേഴ്സ്. യു വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ. നിങ്ങളൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും ഫ്യൂച്ചറിൽ. ഹി വിൽ ഹാവ് ബീൻ റീഡിങ് എ നോവൽ. അദ്ദേഹം ഒരു നോവൽ വായിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി ക്വസ്റ്റ്യൻ. WH ആദ്യം വരും, ഓക്സിലറി അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി ആദ്യം വരും, പിന്നെ സബ്ജക്ട് പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർ പ്ലസ് ING പ്ലസ് അതേഴ്സ്. ക്ലിയർ ആണല്ലോ? വാട്ട് വിൽ യു ഹാവ് ബീൻ റൈറ്റിംഗ്. വാട്ട് വിൽ യു ഹാവ് ബീൻ റൈറ്റിംഗ്. നിങ്ങൾ എന്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ക്ലിയർ ആണല്ലോ? വാട്ട് വിൽ ഹി ഹാവ് ബീൻ റീഡിങ്. അദ്ദേഹം എന്ത് വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതുവരെ ടെൻസ് ഫുള്ള് പഠിച്ചു. WH ക്വസ്റ്റ്യൻസ് ടെൻസിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമ്മളിതുവരെ പഠിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ബേസിക്സ് നിങ്ങൾ തുടക്കം മുതലേ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആദ്യമേ ഇത് മൊത്തം ഒറ്റയടിക്ക് മനസ്സിലാവും. ആദ്യ സ്ട്രക്ചർ ഞാനൊരു 3ാമത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിലൊരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറും ആ റൂളും നോക്കിക്കഴിഞ്ഞാൽ മാത്രം മതി നിങ്ങൾക്ക് ഫുള്ള്. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ, അത് നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. അപ്പം ബേസിക്സ് നിങ്ങൾ പഠിക്കുക, പഠിച്ചിട്ട് വരിക. അപ്പം ഇനി അടുത്ത ക്ലാസ് കാണുന്നവരേക്കും താങ്ക് യു വെരി മച്ച്.